നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വെറും ആരോപണങ്ങൾ ഉന്നയിക്കാനല്ല, മറിച്ച് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില പച്ചയായ സത്യങ്ങൾ കണക്കുകൾ സഹിതം പങ്കുവയ്ക്കാനാണ്. 2025 അവസാനിക്കുകയും 2026ലേക്ക് നാം കടക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ വർദ്ധിച്ചുവരികയാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വിശുദ്ധ ബൈബിൾ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നതുപോലെ, നീതിക്കുവേണ്ടി പീഡിപ്പിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ഈ വചനം ഇന്ന് പല വിശ്വാസികളുടെയും ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പോലുള്ള വിശ്വസനീയമായ സംഘടനകൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നൂറുകണക്കിന് അക്രമസംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതിൽ ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. മതപരിവർത്തന നിരോധന നിയമങ്ങൾ പലയിടത്തും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. പ്രാർത്ഥനയ്ക്കായി ഒത്തുചേരുന്ന പാസ്റ്റർമാരെയും വിശ്വാസികളെയും യാതൊരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നു. പല കേസുകളിലും മാസങ്ങൾക്ക് ശേഷം കോടതി ഇവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ട് വിട്ടയയ്ക്കുമ്പോഴേക്കും അവരുടെ ജീവിതവും അന്തസ്സും തകർക്കപ്പെട്ടിട്ടുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അത് നിങ്ങളെക്കാൾ മുമ്പേ എന്നെ ദ്വേഷിച്ചു എന്നറിവിൻ. അക്രമം ശാരീരികം മാത്രമല്ല, അത് സാമൂഹികവുമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ വിശ്വാസികളെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നു. പൊതുവഴികൾ തടയുക, കുടിവെള്ളം നിഷേധിക്കുക തുടങ്ങിയ ക്രൂരതകൾ 2026ലും നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നത് ലജ്ജാകരമാണ്. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ പോലും അനുവദിക്കാത്ത സാഹചര്യം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്കുവേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന ക്രിസ്തുവിന്റെ വചനം ഉയർത്തിപ്പിടിച്ച് സമാധാനത്തിന്റെ പാതയിലാണ് ക്രൈസ്തവ സമൂഹം മുന്നോട്ടു പോകുന്നത്. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇഷ്ടമുള്ള ദൈവത്തെ വിളിക്കാൻ മറ്റൊരാളുടെ അനുവാദം വാങ്ങേണ്ടി വരുന്നത് ഒരു സ്വതന്ത്ര രാജ്യത്തിന് ചേർന്നതാണോ? നീതി നടപ്പിലാക്കേണ്ട നിയമങ്ങൾ ഒരു വിഭാഗത്തെ വേട്ടയാടാൻ ഉപയോഗിക്കുമ്പോൾ നമുക്കെങ്ങനെ നിശബ്ദരായിരിക്കാൻ കഴിയും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വളരെ പ്രധാനമാണ്. നമ്മുടെ ചുറ്റും നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ വെറുമൊരു വാർത്തയായി കണ്ട് തള്ളിക്കളയേണ്ടതാണോ? അതോ ഇതിനെതിരെ നാം ഒരൊറ്റ മനസ്സോടെ പ്രതികരിക്കേണ്ടതുണ്ടോ? സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പാക്കാൻ നമുക്കെങ്ങനെ മുന്നോട്ടു പോകാം? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ദയവായി പങ്കുവയ്ക്കുക. സഹിഷ്ണുതയും സാഹോദര്യവുമാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. അത് തകർക്കാൻ ആരെയും അനുവദിക്കരുത്. സത്യത്തിനും നീതിക്കും വേണ്ടി നമുക്കൊന്നിച്ചു നിൽക്കാം.